ദേശാഭിമാനി എന്ത് കൊടുക്കണമെന്നും എന്ത് കൊടുക്കണമെന്നും നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അതിന് ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും. പറയട്ടെ ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഇത് സംബന്ധിച്ചൊരു നാടകകാരനെ സംബന്ധിച്ച ലേഖനം ഞങ്ങളുടെ മുൻപിലുള്ള വിഷയമേ അല്ല. സാധാരണ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഇറങ്ങുമ്പോൾ ആദ്യ പേജിൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ടാവും. ബാക്കി മറ്റ് സ്ഥിരം പങ്ക്തികളും മറ്റു കാര്യങ്ങളുമാണ് ഉണ്ടാവുക. എന്നാൽ വി എസിൻ്റെ ചരമദിനത്തിന് മുൻപായി ഇറങ്ങുന്ന ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ വി എസിൻ്റെ സംബന്ധിച്ചിട്ടുള്ള അനുസ്മരണം തന്നെ ആയിരിക്കണം മുഖ്യ ഇനമെന്ന് തീരുമാനിച്ചിരുന്നു. പത്രം ഒരു ദിവസം അച്ചടിക്കാൻ വൈകി എന്നത് അന്ന് പറഞ്ഞതുപോലെ വിശദീകരിച്ചതുപോലെ സാങ്കേതിക കാരണങ്ങളാലാണ്. അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സാങ്കേതിക കാരണം എന്ന് പോലും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല, ഇതിനു മുൻപും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളിൽ ചിലർ പത്രം കൂടി നടത്തുന്നവരാണ്, നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വാർത്തയോ വിവാദമോ ആകാറില്ല, ആകേണ്ട ആവശ്യവുമില്ല. പിന്നെ വന്നത് ഇങ്ങനെയൊരു ലേഖനം ഉണ്ടോ എന്നതാണ്. അങ്ങനെ ഒരു ലേഖനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദേശാഭിമാനിയിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേശാഭിമാനിയിൽ ഇല്ല എന്നാണ്. അല്ലാതെ ആരെങ്കിലും അങ്ങനെ എഴുതിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു ലേഖനം വന്നിരുന്നോ എന്നാണ് ചോദ്യമെങ്കിൽ ഞാൻ നിങ്ങളുടെ ചോദ്യം അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ട് പറയുകയാണ്. ഇങ്ങനെ ഒരു ലേഖനം ദേശാഭിമാനിയിൽ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിന് ഉത്തരം പറയാൻ കഴിയില്ല, ഉത്തരം പറയേണ്ടതുമില്ല. എന്തുകൊണ്ട്? വാരാന്ത പതിപ്പിലേക്ക് നൂറുകണക്കിന് സൃഷ്ടികൾ വരും. അത് ഏതൊക്കെ വന്നു അത് നിങ്ങളുടെ മുൻപിൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ പത്രത്തിൽ വരുന്ന കാര്യം, അതിൽ ചിലത് പ്രസിദ്ധീകരിക്കും, ചിലത് മാറ്റിവെക്കും, ചിലത് തിരിച്ചയക്കും. അതൊക്കെ ഞങ്ങളുടെ പത്രത്തിൻ്റെ അവകാശമല്ലേ? നിങ്ങളുടെ പത്രവും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? 2, ഇത് പറയേണ്ടതില്ല എന്നതുപോലെ തന്നെ ഈ നൂറുകണക്കിന് കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഞങ്ങളുടെ മുൻപിലാണോ വരിക? അത് ഏതൊക്കെ വന്നില്ല എന്നൊന്നും പറയാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇനി ഓരോ മാധ്യമങ്ങളുടെയും ഡെസ്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിവാദമാകാറുണ്ടോ? നിങ്ങളുടെ ഡെസ്കിൽ എന്തൊക്കെ നടക്കാറുണ്ട്? എല്ലാ വാർത്തകളും നിങ്ങൾ കൊടുക്കുകയാണോ ചെയ്യുന്നത്? ചില വാർത്തകൾ മാറ്റിവെക്കാറില്ലേ? ചിലത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാറില്ലേ? അത്തരം കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഡെസ്കിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലേ? രൂക്ഷമായ തർക്കങ്ങൾ. ആ തർക്കങ്ങൾ സംഘർഷങ്ങളായിട്ടില്ലേ? അതിനെ തുടർന്ന് ചിലർ രാജിവെച്ച് പോയിട്ടില്ലേ? നടപടികളിലേക്ക് വന്നിട്ടില്ലേ? ഇതൊക്കെ ഞങ്ങൾക്കും കിട്ടുന്ന കാര്യമല്ലേ? ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് വാർത്തയാക്കാത്തത്? അതൊരു മാധ്യമത്തിനകത്ത് നടക്കുന്ന, ഡെസ്കിനകത്ത് നടക്കുന്ന സ്വാഭാവികമായ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഏത് മാധ്യമത്തിനും അതിന് അവകാശമുണ്ട്. ദേശാഭിമാനി എന്ത് കൊടുക്കണമെന്നും എന്ത് കൊടുക്കണമെന്നും നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അതിന് ഞങ്ങൾക്കൊരു സംവിധാനമുണ്ട്. ഞങ്ങൾ തീരുമാനിക്കും. പറയട്ടെ ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഇത് സംബന്ധിച്ചൊരു നാടകകാരനെ സംബന്ധിച്ച ലേഖനം ഞങ്ങളുടെ മുൻപിലുള്ള വിഷയമേ അല്ല. സാധാരണ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഇറങ്ങുമ്പോൾ ആദ്യ പേജിൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ടാവും. ബാക്കി മറ്റ് സ്ഥിരം പങ്ക്തികളും മറ്റു കാര്യങ്ങളുമാണ് ഉണ്ടാവുക. എന്നാൽ വി എസിൻ്റെ ചരമദിനത്തിന് മുൻപായി ഇറങ്ങുന്ന ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ വി എസിൻ്റെ സംബന്ധിച്ചിട്ടുള്ള അനുസ്മരണം തന്നെ ആയിരിക്കണം മുഖ്യ ഇനമെന്ന് തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് ആദ്യ പേജ് അങ്ങനെ തന്നെ തയ്യാറാക്കി. എഡിറ്റോറിയൽ തീരുമാനിച്ചു, ആദ്യ പേജ് മാത്രം പോരാ, അവസാന പേജും ഇത് ആദ്യ ചരമവാർഷികമായതുകൊണ്ട് വി എസ് തന്നെ ആയിരിക്കണം. അവിടെ മറ്റൊന്നും ബാധകമല്ല. ഞങ്ങൾ അങ്ങനെ തന്നെ തയ്യാറാക്കി. അതൊരു ദിവസം വൈകിയത് ഈ പറഞ്ഞ സാങ്കേതിക കാരണം കൊണ്ട് തന്നെയാണ്, മറ്റൊന്നും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ശരി, ഇനി ചോദിച്ചോളൂ. ഇനി പറയാം. കെ ആർ അജയൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? പറയൂ. ചോദിച്ച ആൾക്ക് പറയാൻ കഴിയുമോ ആരാണ് പറഞ്ഞത്? അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. കെ ആർ അജയൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചു എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ദേശാഭിമാനി പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കെ ആർ അജയൻ പറയണം. ഇത് രണ്ടുമല്ലേ പറയേണ്ടത്? അവരാരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ തിരുത്തൂ. അല്ല, അത് അടുത്തത് ഞാൻ പറയാം. നിങ്ങൾ ഈ ചോദിച്ച കാര്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ? മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മളെല്ലാം മാധ്യമപ്രവർത്തകരാണല്ലോ അർത്ഥത്തിൽ. പറയട്ടെ.